ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ബ്ലോഗിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അത് മറ്റൊന്നുമല്ല, ബ്ലോഗിലെ ഒരു നല്ല ആർട്ടിക്കിൾ എങ്ങനെ ഇരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അത് എഴുതുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനലിലാണെങ്കിൽ ഒരുപാട് ബ്ലോഗിങ്ങിനെ കുറിച്ചും ഒക്കെ ഒരുപാഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആഡ്സെൻസും എസ്ഇഒ ഒക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഇപ്പം തന്നെ ചെയ്തേക്കുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബ്ലോഗിലെന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലോഗിൻ്റെ ആ പോസ്റ്റാണ്, അതല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ. അതിനകത്ത് ഇടുന്ന ആർട്ടിക്കിളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കണ്ടന്റ് ഈസ് എ കിങ് എന്നാണ് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത്. അപ്പം നമ്മൾ ഈ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം, ഓരോ കാര്യത്തിനും കൊടുക്കേണ്ട പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെ നമ്മൾ കൊടുക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഏത് സബ്ജക്റ്റാണ്, അതല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിളിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ റിലവൻ്റ് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ആർട്ടിക്കിളുകളെ കുറിച്ച് നമ്മൾ എഴുതിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാര്യം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണ് നമ്മുടെ ബ്ലോഗിങ്, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനും പാടില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം, അതിനകത്തേക്ക് വരുന്ന സമയത്ത്, ഒരു ആർട്ടിക്കിളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡിങ് ആണ്. എന്താണ് അതിൻ്റെ ടൈറ്റിൽ എന്നുള്ളത്. അതിലെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഏറെ ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കറിയാം, മിനിമം ആയിരിക്കണം അതിൻ്റെ ഈ പറയുന്ന വേർഡിങ്സ് എന്ന് പറയുന്നത്. അതിൽ ക്യാരക്ടേഴ്സ് കഴിയുന്നതും ഒരു 50-60 റേഞ്ചിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. 50 താഴെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫുള്ളായിട്ട് നമ്മുടെ സെർച്ചുകളിലെല്ലാം കൃത്യമായിട്ട് ഫുൾ ടൈറ്റിലും കാണാനായിട്ട് പറ്റും. അതല്ല, ഇത്തിരിയൂടെ പോവുകയാണെങ്കിൽ ഒരു 60 വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനകത്ത് മാക്സിമം നമ്മളുടെ കീവേഡ്സ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആലോചിക്കാവുന്നതാണ്. അത്ര പ്രാധാന്യമുണ്ട് അതിന്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ കീവേഡുകൾ വരത്തക്ക രീതിയിൽ, സെർച്ച് ടേമുകൾ ഏറ്റവും കൂടുതൽ വരത്തക്ക രീതിയിൽ വേണം നമ്മളുടെ അതിൻ്റെ ഹെഡിങ്ങുകൾ ചെയ്യാനായിട്ട്. കാര്യം ആ ഹെഡിങ് ആണ് നമ്മളെ റീഡേഴ്സിനെ ആർട്ടിക്കിളിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, 10ൽ ഒരു 2 പേർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹെഡിങ് കണ്ടിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഒന്ന് കയറുന്നത്. എന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഇത്രയും വായിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഈ റീഡേഴ്സിനെ അതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രാധാന്യം പറയുന്നത് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് അതിൻ്റെ ഹെഡിങ്ങിന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഹെഡിങ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഈ ഇൻട്രഡക്ഷൻ വേണം നമ്മളെ ആ ഡീറ്റെയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതല്ലെങ്കിൽ അത് മുഴുവൻ വായിക്കണമോ എന്ന് ഒരു റീഡർക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ മിനിമം ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു കൊച്ച് പാരഗ്രാഫ് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വായിച്ചതിന് ശേഷം ആൾക്കാർക്ക് തീരുമാനിക്കാം ഇത് കൂടുതൽ വായിക്കണമോ എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹെഡിങ്ങിനോടൊപ്പം തന്നെ ഇതിൻ്റെ സബ് ഹെഡിങ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആർട്ടിക്കിളുകൾ ഒരു വലിയ ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാർ ഇത് മുഴുവൻ ഇരുന്ന് വായിച്ച് നോക്കാനൊന്നും ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ടൊന്നും അവർ സ്കിം ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കിമ്മബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് സബ് ഹെഡുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളുടെ ഈ പറയുന്ന കണ്ടന്റ് നമ്മൾ എഴുതുന്ന സമയത്ത്, ബ്ലോഗ് പോസ്റ്റ് എഴുതുന്ന സമയത്തിനകത്ത് H1, H2 എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ്ങിൻ്റെ രീതികളും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. H1 എന്ന് പറയുന്നത് നമുക്ക് ടൈറ്റിലിന് കൊടുക്കാം, അതിൽ H2 അടുത്ത സബ് ഹെഡ്. അങ്ങനെ നമുക്ക് തരംതിരിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഭാഗം മാത്രം അവർക്കെടുത്ത് വായിച്ച് നോക്കാനായിട്ട് പറ്റും. കാര്യം അവർക്ക് എല്ലാ ഭാഗവും ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും. അവർക്ക് വേണ്ടുന്ന ഭാഗം മാത്രം അവർക്കെടുത്ത് വായിച്ച് നോക്കാനായിട്ട് വരും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ആർട്ടിക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ബോഡിയാണ്. അത് ഈ ബോഡി എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മെയിൻ കണ്ടന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് എത്രമാത്രം വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിഷയം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഒരു 2000-3000 വേർഡ്സ് ഉള്ളതാണ് ഇപ്പോൾ ഗൂഗിളിന് ഏറ്റവും കൂടുതൽ താല്പര്യം, അത്തരം കാര്യങ്ങൾ SEO ഫ്രണ്ട്ലി ആയിരിക്കും എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും നമ്മളൊരു സബ്ജക്റ്റ് പറയുന്ന സമയത്ത് ആ സബ്ജക്റ്റിന് എത്രമാത്രം കണ്ടന്റ് വേണമോ അത് മാത്രം ഉൾപ്പെടുത്തുക. അതല്ല, നമ്മളുടെ കയ്യിൽ നമ്മൾ എഴുതി വരുന്ന സമയത്ത് ഒരു 600 വേർഡ്സേ ഉള്ളൂ, പക്ഷേ നമുക്കിതൊരു 1000 ആക്കാനുള്ള ശ്രമം നമ്മൾ നടത്തരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് തിരുകി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്, ഒരു ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെന്ന് പറയുന്നത്, പാരഗ്രാഫുകൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, പാരഗ്രാഫിൽ ഒരു 3-4 വരി വരുന്ന സമയത്ത് തന്നെ അടുത്ത പാരഗ്രാഫാക്കി മാറ്റുക. അതല്ലാതെ ഒരുപാട് വലിപ്പമുള്ള പാരഗ്രാഫ് ഉൾപ്പെടുത്തിയാൽ തന്നെ ആൾക്കാർക്ക് വായിക്കാൻ ഒരു മടി വരും. നമ്മൾ ബുക്കുകളിലൊക്കെ സാധാരണ അങ്ങനെ ഉൾപ്പെടുത്തുന്നതെന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ പ്രിൻറ്റിങ്ങിന് ലിമിറ്റേഷനാണ്, റിസോഴ്സ് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ നെറ്റിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ 2-3 വരികൾ ചേർത്ത് വെച്ചിട്ട് പാരഗ്രാഫുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് ആയിരിക്കണം നമ്മൾക്ക് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പത്തിലുള്ള ഫോണ്ട് വേണം നമ്മളത്
ഉപയോഗിക്കാനായിട്ട്. ഞാൻ ഫോണ്ടിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് മേളിൽ വന്നിട്ടുണ്ട്, ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ് കൂടുതലായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ലൈനുകൾ തമ്മിലുള്ള അകൽച്ച, അതെന്ന് പറയുന്നത് ഒരുപാട് അടുത്തിരിക്കാതെ എന്നാൽ ഒരുപാട് അകലെയും വരാതെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് യൂസറിന് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്ലോഗിങ്ങിന് ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് എത്രയും സിമ്പിളായിട്ട് ഉപയോഗിക്കാമോ അത്രയും കൂടുതൽ റീഡേഴ്സിനെ നമുക്ക് കിട്ടും. അതല്ല നമുക്കറിയാവുന്ന സിനോണിംസ് ഒക്കെ കുത്തി തിരികെയുള്ള ആർട്ടിക്കിളുകളാകരുത്. ഏറ്റവും സിമ്പിളായിരിക്കണം ഈ പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾ. അതുപോലെ വളരെ ക്ലീൻ ആയിട്ടായിരിക്കണം അത് ഫോർമാറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് രീതിയിലുള്ള കോളംസും റോസും ഒക്കെ ഉൾപ്പെടുത്തി ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കാതെ വളരെ സിമ്പിൾ ആയിരിക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ പല പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് മാറ്റിയാൽ നമുക്കത് കണ്ടന്റിന്റെ ആ ഒരു ഇത് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ അതിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്കറിയാം ബുള്ളറ്റ് പോയിന്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വളരെ ഡീസന്റ് ആയിരിക്കും കാണാനും, അതുപോലെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ആൾക്കാർക്ക് വേണ്ടുന്നത് മാത്രം അത് ഓടിച്ചിട്ട് വായിക്കാനും പറ്റും. എന്തെഴുതിയാലും നമ്മൾ അതൊരു അതോറിറ്റി തോന്നത്തക്ക രീതിയിൽ വേണം നമ്മുടെ ആർട്ടിക്കിളുകൾ തയ്യാറാക്കാൻ. അതിനായിട്ട് നമുക്ക് കുറച്ച് മുന്നൊരുക്കം നടത്തുന്നത് നല്ലതായിരിക്കും. നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ആ വിഷയത്തിൽ കുറച്ച് റിസർച്ച് നടത്തിയിട്ട് നമ്മൾ കുറച്ചുകൂടി അതോറിറ്റിയോടുകൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ എഴുതുന്ന ആളും വായിക്കുന്ന ആളും തമ്മിൽ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു ഭാഷയായിരിക്കണം നമ്മൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് നമുക്കറിയാം യു ഐ എന്നുള്ള രീതിയിലുള്ള ചേർത്തുള്ള ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഞാൻ നിങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുക ഭാഷ. അപ്പോൾ അതൊരു കോൺവെർസേഷൻ രീതിയിലാകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിനകത്ത് അതിനോട് വായിക്കാനുള്ള താല്പര്യം വരികയും, അതുപോലെ ഇടയ്ക്ക് നമ്മൾ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ചോദ്യങ്ങൾ പലപ്പോഴും അത് ഉത്തരമായിട്ട് അവർ കമൻ്റൊക്കെ രേഖപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത്തരം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യപ്പെടാനും അതുപോലെ കൂടുതൽ ആൾക്കാർ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ആർട്ടിക്കിളുകൾ എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആർട്ടിക്കിളിനകത്തെന്ന് പറയുന്നത് ലിങ്കുകൾ ഉൾപ്പെടുത്തുക. ഈ ലിങ്ക് എന്ന് പറയുന്ന സമയത്ത് ഇന്റേണൽ ലിങ്ക് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും, എക്സ്റ്റേണൽ ലിങ്ക്. ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ പല ആർട്ടിക്കിളുകളിലേക്കും പോകുന്ന ലിങ്കുകൾ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ബ്ലോഗർമാരുടെയൊക്കെ നല്ല നല്ല ആർട്ടിക്കിളുകളിലേക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് റെഫറൻസ് ആയിട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് ഗുണകരമായിരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതോറിറ്റി കുറച്ചുകൂടെ കൂട്ടുന്നതായിരിക്കും അത്തരം ലിങ്കുകൾ നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇമേജസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇമേജ് എന്ന് പറയുന്നത് 1000 വാക്കുകൾക്ക് തുല്യമാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് നമുക്ക് പല ഇമേജുകളിലൂടെ നമുക്കത് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പല പറയുന്ന റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇമേജുകൾ കടം കൊള്ളാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നീട് അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജുകൾ കൃത്യമായ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഇമേജുകൾ കുത്തി നിറച്ച് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ സൈറ്റ് മോശമാക്കാനായിട്ട് ശ്രമിക്കരുത്. ആർട്ടിക്കിളുകൾക്ക് വേണ്ടുന്ന മിനിമം ഇമേജുകൾ മാത്രം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ആവുന്ന സ്പീഡും കൂടുതലായിരിക്കും. ഇമേജിനെ കുറിച്ച് ഏത് തരത്തിലുള്ള ഇമേജുകൾ വേണം ഉപയോഗിക്കാനുള്ളതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതിൻ്റെ ലിങ്ക് മുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതും കൂടെ കാണുക. അതുപോലെ നമ്മൾ എഴുതുന്ന ആർട്ടിക്കിളുകൾ കുറച്ചുകൂടി ആധികാരികത വരുത്താനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അത് ഗ്രാഫ് രൂപത്തിലാകാം. അതുപോലെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളിന് കുറച്ചുകൂടി ആധികാരികത കൂടുകയും വീണ്ടും ആ റീഡ് ഇതിനകത്ത് വന്ന് റെഫർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺക്ലൂഷൻ. ഈ കൺക്ലൂഷൻ എന്തിനാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചില ആൾക്കാർ വായിക്കുന്ന സമയത്തെന്ന് പറയുന്നത് അവർ ഹെഡിങ് വായിക്കുന്നു, വായിച്ചതിന് ശേഷം ചിലപ്പോൾ നേരെ കൺക്ലൂഷനോട് നോക്കും. അവർ എന്താണ് അവർ അവസാനമായിട്ട് പറയുന്നത്. ഒരുപക്ഷെ ഈ കൺക്ലൂഷൻ നല്ല രീതിയിലാണ് നമ്മളത് അവതരിപ്പിച്ചതെങ്കിൽ തീർച്ചയായും ചില ആൾക്കാർ കൺക്ലൂഷൻ വന്നതിന് ശേഷം മുഴുവൻ ആർട്ടിക്കിൾ വായിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർക്കെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അഭിപ്രായം, അതല്ലെങ്കിൽ ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്ന കൺക്ലൂഷനിൽ അവർ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് നോക്കുകയും പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൺക്ലൂഷൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ തീർന്നു, നേരെ ഇതൊന്നും എടുത്ത് പബ്ലിഷ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ എറർ വല്ലതും ഇതിനകത്തുണ്ടോ എന്നാൽ അതിനകത്തുണ്ടാകുന്ന കറക്ഷൻസ് ഒക്കെ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ വന്നേക്കാം, അതല്ലാതുള്ള ഒരു മിസ്റ്റേക്കുകൾ വന്നേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇത് വായിക്കാനായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് നമ്മൾ വരുത്തിയ തെറ്റുകൾ നമ്മൾ തന്നെ നോക്കിയാലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഗ്രാമർ മിസ്റ്റേക്കും അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതല്ല നമുക്ക് തന്നെ ഇതിന് കറക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെന്നെങ്കിൽ നമുക്ക് കുറച്ച് ശേഷം അതായത് നമ്മൾ എഴുതിയതിന് ശേഷം അതല്ലെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിന് തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ഒരു മോശമായ ഇംപ്രഷൻ
പ്രശ്നം ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകളെ എടുത്ത് എലാബറേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ചെയ്യാം. അത്തരങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയുക. മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോകളെല്ലാം കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.